ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു ഇളനീരിൻ്റെ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ ഒരു വലിയ ഇളനീരെടുത്തിന്, നല്ല തേങ്ങയുള്ള ഇളനീർ. ഒരു 3-4 ഗ്ലാസ് പുഡിംഗ് ആവും ഇതിൽ. ഒരു ഇളനീർ എടുത്താൽ നല്ല കട്ടി തേങ്ങയുള്ള ഇളനീർ. പിന്നെ ഒരു പാക്ക് ചൈന ഗ്രാസ് എടുത്തിന്, ചെറിയ ഒരു പാക്കറ്റ്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇത് ഫുള്ള് വേണമെന്നില്ല, ഇതിലൊരു പകുതി മതി. പിന്നെ ഒരു കപ്പ് പാല്, ഇത് ചൂടാക്കാത്ത പച്ച പാല്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചാര. ഇത് മിൽക്ക് മെയ്ഡ് ഇടുന്ന കൊണ്ട് പഞ്ചാര കുറേ വേണമെന്നില്ല, കുറച്ച് മതി. ഞാൻ ഫസ്റ്റ് ഇളനീരിൻ്റെ വെള്ളത്തിന് ഒരു പാട്ടയിൽ വെച്ചിട്ട് ഞങ്ങൾ ഏത് പാത്രത്തിൽ പുഡിംഗ് ആക്കുന്ന ആ പാത്രത്തിലേക്ക് ഈ വെള്ളത്തിന് അരച്ചെടുത്ത്, എന്നിട്ട് ഈ ചൈന ഗ്രാസിന് ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് അതിലിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് അതിന് അങ്ങനെ പൊതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അത് അങ്ങനെ പൊതിർന്നെങ്കിൽ ഞങ്ങൾക്ക് ചൂടാക്കുമ്പോൾ വേഗം മെൽട്ടായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഒരു തരി ഉണ്ടാകുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് ഇളനീരിൻ്റെ വെള്ളത്തിട്ട് വെച്ചെങ്കിൽ വേഗം മെൽട്ടാവും. അത് ഒരു 5 മിനിറ്റ് അത് ഇതാകുമ്പോൾ ഞങ്ങൾ ഇളനീരിൻ്റെ തേങ്ങത്തിനെല്ലാം ഒരു പ്ലേറ്റിലേക്ക് പൂണ്ടിയിട്ട് വെക്കാം. തേങ്ങയെല്ലാം പൂണ്ടിയിട്ടാകുമ്പോൾ അത് നല്ലോണം പൊതിർന്നിട്ടുണ്ടാകുന്നു. ഇനി ഇളനീരിൻ്റെ വെള്ളത്തിലിട്ട ചൈന ഗ്രാസിന് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു 1/4 കപ്പിൻ്റെ അത്ര പഞ്ചസാര ഇട്ടിട്ട് അതിനെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. അത് സ്ലിമ്മിൽ വെച്ചാൽ മതി ഫ്ലെയിം, അത് തന്നെ മെൽട്ടായി കിട്ടും. അപ്പോഴത്തേക്ക് ഞാനിവിടെ മിക്സിൻ്റെ ജാറിലേക്ക് പൂണ്ടി വെച്ച തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചാര ഇട്ടിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്ത്, വെള്ളമൊന്നും കൂട്ടില്ല, അങ്ങനെ ഗട്ടിയായിട്ട് തന്നെ നൈസായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത്. ഇനി ഇതിലേക്ക് ഇതിൽ പകുതി മതി മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട്, പിന്നെ കുറച്ചേ പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങയെല്ലാം നല്ല നൈസായിട്ട് അരിഞ്ഞിന്, ഇനി പാല് മിൽക്ക് മെയ്ഡ് മിക്സ് ആയാൽ മതി ഞങ്ങൾക്ക്. അങ്ങനെ കുറച്ചേ പാലിന് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ക്രഷാക്കി എടുത്താൽ മതി. പിന്നെ അതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ കോൾഡ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത്ര തിക്നെസ് ഉണ്ടായാൽ മതി, ജാസ്തി ലൂസും വേണ്ട ജാസ്തി തിക്കും വേണ്ട. ഇപ്പോൾ ഇത് നല്ലോണം മെൽട്ടായിന്. ഇനി ഇതിനെ തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ പാങ്ങിൽ തണിഞ്ഞ് കിട്ടീന്. ഇനി ഇതിന് ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ കട്ടാക്കി കൊടുക്കാം. ഇത് നല്ലോണം തണിഞ്ഞ പിന്നെ തന്നെ ഇങ്ങനെ കട്ടാക്കണം, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ജെല്ലിയായിട്ട് കിട്ടില്ല. നല്ലോണം തണിഞ്ഞ പിന്നെ തന്നെ ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കോൾഡ് ആവാൻ വെച്ച പുഡിങ്ങിന് ഇട്ട് കൊടുക്കാം. നല്ല ജെല്ലി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റും ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കി. കുട്ടികൾക്കും വലിയ ആൾക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പുഡിങ്. ഇനി ഇത് മിക്സ് ആക്കിയിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് അതേപോലെ ഫ്രിഡ്ജിൽ വെക്കുക. അത് ഫ്രിഡ്ജിൽ കോൾഡ് ആകുമ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കസ്കസ് ഇട്ടിട്ട് അതിനെ പൊതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി. പിന്നെ ഒരു ഗ്ലാസ്സിക്ക് 1 സ്പൂണ് കസ്കസ് ഇട്ട് അതിൻ്റെ മേലെ ഈ പുഡിങ് വെച്ച് കൊടുത്ത്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കി. പിന്നെ ഞങ്ങളെ ബോഡീൻ്റെ ഹീറ്റ് കൺട്രോൾ ആക്കാനും നല്ലത് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.